മദ്യനയത്തിൽ ബാർ ഉടമകളുമായി ചർച്ച നടന്നിട്ടില്ലെന്ന എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ വാദം പൊളിയുന്നുവെന്ന വാർത്ത. ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തിരുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നും പ്രവർത്തന സമയം കൂട്ടണമെന്നും ബാർ ഉടമകൾ ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ ബാർ ഉടമ അനിമോന്റെ ശബ്ദരേഖയിൽ എക്സൈസ് ഇന്റലിജൻസും അന്വേഷണം തുടങ്ങി. ഷഫീദ് റാവുത്തർ ചേരുന്നു വീണ്ടും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഷഫീദ്, പറയൂ. നമുക്കറിയാം, ഈ അനിമോൻ, അതായത് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖ ഈ പുതിയ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇക്കാര്യത്തിൽ മന്ത്രി എം.ബി. രാജേഷ് അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, മദ്യനയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. എന്നാൽ ഇക്കഴിഞ്ഞ മെയ് 21-ന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയ മാറ്റമായിരുന്നു. യോഗ വിവരം അറിയിച്ച യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയച്ചിരുന്നു. ബാർ ഉടമകൾ, ഹോംസ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് നയമാറ്റത്തിലുള്ള നിർദ്ദേശം നൽകാനുള്ള യോഗത്തിൽ പങ്കെടുത്തത്. മാത്രവുമല്ല, ഡ്രൈ ഡേ ഒഴിവാക്കൽ, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടൽ, ഇതടക്കമുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ ബാർ ഉടമകൾ ആവശ്യപ്പെട്ടു. ആ കാര്യത്തിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം, ആവശ്യത്തിൽ പരിശോധിക്കുമെന്നുള്ള ഉറപ്പും യോഗത്തിൽ തിരികെ നൽകിയിട്ടുമുണ്ട്. ഏതായാലും മന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെയും വാദം തള്ളുന്നതാണ് നിലവിൽ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ മദ്യനയം മാറ്റത്തിൽ ഉദ്യോഗസ്ഥതല ചർച്ച മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള സർക്കാരിന്റെ വാദം കൂടി അടിമുടി പൊളിയുകയാണ്. അതിനു മുൻപ് തന്നെ, അതായത് ഈ ശബ്ദരേഖ മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവിന് ആഹ്വാനം നിർദ്ദേശിച്ചുള്ള ശബ്ദരേഖ പുറത്തു വരുന്നതിന് മുൻപ് മദ്യനയ മാറ്റത്തിൽ ഈ ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ബാർ ഉടമകളടക്കം പങ്കെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ തലവേദന ഉണ്ടാക്കും. മാത്രവുമല്ല, ഈ യോഗം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമായിരുന്നു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേർന്നതും. അതേസമയം അനിമോന്റെ ശബ്ദരേഖയിൽ എക്സൈസും രഹസ്യാന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എക്സൈസ് ഇന്റലിജൻസ് ഇക്കാര്യത്തിൽ രഹസ്യാന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് വിവരം. ഈ ശബ്ദരേഖയുടെ ആധികാരികത മാത്രമല്ല, അത് ഏത് സാഹചര്യത്തിൽ നടക്കമുള്ള കാര്യങ്ങളാണ് എക്സൈസ് ഇന്റലിജൻസും പരിശോധിക്കുന്നത്. ഷഫീദ്, ജിനീഷ് ജോൺ മാമ്പള്ളി അയ്മനത്ത് നിന്ന് ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. മന്ത്രിയുടെ വാദം പൊളിയുന്നു എന്നൊക്കെ നിങ്ങൾ ബ്രേക്കിൽ കൊടുക്കുന്നു, പക്ഷേ UDF-നെയും LDF-നെയും ഒരേ രീതിയിൽ നിങ്ങൾ കാണരുത്. ചർച്ച ആരുമായി നടത്താം, തീരുമാനം പക്ഷേ സർക്കാരിൻ്റെതായിരിക്കുമെന്നാണ് നമ്മുടെ മാമ്പള്ളിയുടെ അഭിപ്രായം. മാമ്പള്ളിക്കൊരു മറുപടി. ചർച്ച ആരുമായിട്ട് വേണമെങ്കിലും നടത്താം. നമ്മൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ഒരൊറ്റ വാദമാണ്, അതായത് ഈ വിവാദം ഉണ്ടായതിനു ശേഷം മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവിന് നിർദ്ദേശിച്ചുള്ള ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം ആദ്യ 1.5 മണിക്കൂറിൽ പ്രതികരിച്ച മന്ത്രി M.B. രാജേഷ് പറഞ്ഞത് മദ്യനയ മാറ്റത്തിൽ ആരുമായും ചർച്ച നടത്തിയിട്ടില്ല, വകുപ്പ് തല ചർച്ച മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രവുമല്ല, അടുത്ത മാസം 10, 11 തീയതികളിൽ ബാർ ഉടമകളുമായി ചർച്ച നടത്താൻ പോകുന്നു എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വാദം. എന്നാൽ ഇതിനു മുൻപേ സർക്കാർ ചർച്ച നടത്തി എന്നുള്ളതിന്റെ തെളിവടക്കമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. ഇതിൽ ഒരു തരത്തിലുള്ള ഈ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. ബാർ ഉടമകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മളെ ധരിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അക്കാര്യത്തിൽ ഇത് സർക്കാരിനെ സംബന്ധിച്ച് അവർ പറഞ്ഞ ഒരു കാര്യം പറയുന്നു, പിന്നീട് അത് കള്ളമാണെന്ന് നമ്മൾ തിരുത്തി പറയിക്കുന്ന, അല്ലെങ്കിൽ അത് നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, താങ്ക്